ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ ഫ്രൈസ് കപ്പാണ്. ഇതിന് ഷവർമ പോട്ട്, ഷവർമ ഫ്ലവർ പോട്ട്, ഷവർമ കപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ചിക്കൻ തന്തൂരി മസാല ഇട്ടിട്ട് കായം പറ്റി വെച്ചിട്ടുണ്ട്. തന്തൂരി മസാലയുടെ കൂടെ ഒരല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പും അല്പം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് നമ്മുടെ പൊടിയൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പൊടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ, നമുക്ക് കയ്യിൽ ഒരല്പം എണ്ണ എടുത്തിട്ട് ഇതിലേക്കൊന്ന് തടവി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, അതായത് ക്യാബേജ്, ക്യാപ്സിക്കം, ഒലിവ്സ്, കുക്കുംബർ. പിന്നെ ഞാനിവിടെ നമ്മുടെ മാവ് ഒരു ബോളാക്കിയിട്ട് നമ്മുടെ പത്തിരി പ്രസ്സില്ലേ അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് രണ്ട് രീതി ചെയ്യാം കേട്ടോ. ഇങ്ങനെയും പരത്തിയെടുക്കാം, നമുക്ക് നമ്മുടെ ചപ്പാത്തി കുഴലുമ്പോൾ പരത്തുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ പരത്തിയിട്ട് നമ്മുടെ ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. എൻ്റെ സ്റ്റീൽ ഗ്ലാസ് ഒരല്പം വലുതാണ്. ഒരല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഞാൻ ഗ്ലാസ്സുമ്മേ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ചപ്പാത്തി കുഴലുമ്മലും ഇത് പരത്തിയെടുക്കാം. ഒന്ന് റൗണ്ടിലൊന്ന്, നന്നായി റൗണ്ടായിട്ടില്ല എന്നാലും ഒന്ന് റൗണ്ടിൽ പരമാവധി പരത്താൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഗ്ലാസ്സിലൊന്ന് വെച്ചിട്ട് ഗ്ലാസിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എക്സസ് വരുന്ന മോൾ ഭാഗത്തുനിന്ന് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു നമ്മുടെ പാത്രമൊക്കെ പിടിക്കുന്ന ഒരു ഹോൾഡർ ഇല്ലേ, അതുകൊണ്ട് നമ്മൾ ഈ കപ്പ് പിടിച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് എണ്ണയിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് ഒന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ ഒരു ഹോൾഡർ കൊണ്ട് പിടിച്ച് ഒന്ന് ചുറ്റിനും നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചുറ്റിനും ആക്കി ഗ്ലാസ് ഒന്ന് ചെരിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചു കൊടുക്കുക. ചെറുതായിട്ട് ഇതൊന്ന് വിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് സൈഡൊക്കെ ഒന്ന് വെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പോരും. കണ്ടോ, ഇപ്പം നമ്മൾ കപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് നമ്മുടെ കപ്പ് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ക്യാബേജ്, കുക്കുംബർ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരല്പം ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഗാർലിക് പേസ്റ്റിൻ്റെ റെസിപ്പി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ഈസിയാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം. കീപ് വാച്ചിങ്. താങ്ക് യു.